ഒരു കാലത്ത് നമ്മുടെ മിത്രമായിരുന്നവരാണ് പിൽക്കാലത്ത് ഏറ്റവും വലിയ ശത്രുവാവുന്നത് എന്ന ചൊല്ല് എത്രമാത്രം ശരിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ട്രംപിനെയും മസ്കിനെയും ചുമ്മാ ഒന്ന് നോക്കിയാൽ മതിയാകും. ആർക്കും തകർക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം രണ്ടുപേരും തമ്മിൽ പിണങ്ങി. അതോടുകൂടി ഇതുവരെ പരസ്പരം ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന വെറും നഴ്സറി പിള്ളേരായിട്ടുണ്ട് രണ്ടുപേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല സിഇഒ ഇലോൺ മസ്കും തമ്മിൽ രൂക്ഷമായ വാക്തർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനില്ലായിരുന്നെങ്കിൽ 2024 തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തോൽക്കുമായിരുന്നു എന്നാണ് മസ്കിന്റെ ഏറ്റവും വലിയ അവകാശവാദം. എന്നിട്ടും ട്രംപ് തന്നോട് കാണിക്കുന്നത് വലിയ നന്ദികേടാണെന്നും ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇലോൺ മസ്ക് പറയുകയുണ്ടായി. നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചതിൽ താൻ നിരാശനാണെന്ന് ട്രംപ് പ്രതികരിച്ചതിന് പിന്നാലെയായിരുന്നു മസ്ക് തൻ്റെ വിമർശനം കൂടുതൽ ശക്തമാക്കിയത്. എൻ്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ട്രംപ് തിരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമായിരുന്നു. ഡെമോക്രാറ്റുകൾ ഹൗസ് നിയന്ത്രിക്കുകയും റിപ്പബ്ലിക്കന്മാർ സെനറ്റിൽ 51-49 എന്ന നേരിയ ഭൂരിപക്ഷം മാത്രമേ നേടുമായിരുന്നുള്ളൂ എന്നും മസ്ക് എക്സിൽ കുറിക്കുകയുണ്ടായി. മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ വെട്ടിക്കുറച്ചതിനെ മസ്ക് വെറുപ്പുളവാക്കുന്ന വൃത്തികേടെന്ന് വിമർശിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ 2024 തിരഞ്ഞെടുപ്പ് വിജയത്തിനായി താൻ $290 മില്യൺ ചെലവഴിച്ചിട്ടുണ്ടെന്നും മസ്ക് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. വൈദ്യുതി വാഹന നികുതി ഇളവുകൾ ബജറ്റിൽ വെട്ടിക്കുറച്ചതിൽ ടെസ്ല മേധാവി നിരാശനാണെന്നായിരുന്നു ട്രംപ് വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എലോണിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ നിരാശനാണ്. ഞാൻ എലോണിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെക്കുറിച്ച് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ പറയുകയുണ്ടായി. വ്യക്തിപരമായി അദ്ദേഹം എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്തത് അങ്ങനെ ആയിരിക്കുമെന്ന് താൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നതെന്നാണ് മസ്കിൻ്റെ വാദം. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ഈ ബില്ലിൻ്റെ ഔദ്യോഗിക പേര് സൂചിപ്പിച്ചുകൊണ്ട് വിജയത്തിനായി നേർത്ത സുന്ദരമായ ബില്ല് എന്ന് പരിഹാസ രൂപേണ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന് വേണ്ടി ശക്തമായ പ്രചരണം നടത്തിയിരുന്ന മസ്ക് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ട്രംപ് സർക്കാരിൽ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടു. എന്നാൽ മെയ് അവസാനത്തോടു കൂടി അദ്ദേഹം ഈ പദവി ഒഴിയുകയായിരുന്നു. ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ കടമ നിർവഹിച്ചുവെന്ന് അറിയിച്ചായിരുന്നു രാജി. ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യത്തെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി. പ്രസിഡന്റിന്റെ ഒപ്പ് വലിയ മനോഹരമായ ചെലവ് ബിൽ ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജ് ടീമിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ബില്ല് വലുതാകാം, അല്ലെങ്കിൽ അത് മോശമാകാം. പക്ഷേ അത് രണ്ടുമാകാമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണിത് എന്നായിരുന്നു തൻ്റെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് മസ്ക് പറഞ്ഞത്. എന്തായാലും മസ്കിനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് ട്രംപിനോട് മുട്ടാൻ നിന്നാൽ പണി കിട്ടുമെന്ന് മസ്കിനും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വെറുതെയാണെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം മാറുമെന്നാണ് അമേരിക്കൻ ജനത വിശ്വസിക്കുന്നത്.